അല്ല, സ്വതന്ത്രമായി സംസാരിക്കാനും ചിന്തിക്കാനും കഴിയുന്ന കാലം ഞങ്ങൾക്ക് എന്നാണ് വരിക? ഞങ്ങളുടെ കുട്ടികൾ പാകിസ്ഥാനി എന്ന വിളിപ്പേര് കേൾക്കേണ്ടി വരുന്നതിന് എന്ന് അവസാനമുണ്ടാകും? ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കാലം ഇങ്ങനെ രക്തം ചിന്തണം? കശ്മീരി ജനതയെക്കുറിച്ച് പറയുമ്പോൾ 90-കാരനായ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ കണ്ഠമിടറി. ഏങ്ങലിന്റെ വക്കോളം എത്തിയ അദ്ദേഹം വാക്കുകൾ മുഴുമിപ്പിക്കാൻ പ്രയാസപ്പെട്ടു. ഒടുവിൽ കണ്ണീര് തുടച്ചെത്തിയ ആ വന്ധ്യ വയോധികനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരു കൈനീട്ടി നെഞ്ചോട് ചേർത്തു. തിരുവനന്തപുരത്തെ വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ സമാപന വേദിയാണ് ഈ വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായത്. ജമ്മു കാശ്മീരിന്റെ പുരോഗതി എത്ര കാലം അയൽ രാജ്യത്തിന്റെ കരുണയിൽ കഴിയണം? കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ മക്കളും ജനങ്ങളും ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ അധിക്ഷേപം കേൾക്കേണ്ടി വരികയാണ്. ഇതെപ്പോഴവസാനിക്കും? തരുന്നത് സ്വീകരിക്കണമെന്ന് അവർ കൽപ്പിക്കുന്നു. നിശബ്ദ ഭൂരിപക്ഷമായ നമ്മൾ ഒന്നും മിണ്ടാതെ അന്ത്യവിധി കാത്തിരിക്കുന്നു. ഇന്ന് രാജ്യത്തെ ഭയപ്പെടുത്തുന്നത് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ ആത്മാവ് ജീവനോടെയുണ്ട്. അതെന്നും നിലനിൽക്കും. ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും. ഫറൂഖ് അബ്ദുള്ളയുടെ ആ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് കശ്മീരിന്റെ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് സ്പോട്ട്ലൈറ്റ് സഞ്ചരിക്കുന്നത്. ആരറിയുന്നു കശ്മീരിന്റെ കണ്ണീർ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് കശ്മീരി ജനതയുടെ സ്വാതന്ത്ര്യങ്ങൾക്കുള്ള കൂച്ചുവിലങ്ങായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. ഇതോടെ കശ്മീരിൽ കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളും സൈനിക സാന്നിധ്യവും വർദ്ധിച്ചു. ഇന്റർനെറ്റ് ഷട്ട്ഡൌണുകൾ പതിവായി. തീവ്രവാദ വിരുദ്ധ നടപടികളുടെ ഭാഗമായി സംശയം തോന്നുന്ന വീടുകളും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തപ്പെട്ടു. ക്രമസമാധാനം ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലായതിനാൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ജമ്മു കാശ്മീർ. ഇതിനെതിരെ പ്രതികരിച്ച രാഷ്ട്രീയ നേതാക്കളെ തടങ്കലിൽ വെക്കുന്നതും മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായി കഴിഞ്ഞു. ഇതിന് മറുപടിയായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് മരണനിരക്കിന്റെ പട്ടികയാണ്. പതിറ്റാണ്ടുകൾക്കിടെ ആദ്യമായി തീവ്രവാദ ബന്ധമുള്ള വാർഷിക മരണസംഖ്യ 100-ന് താഴെ എത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവകാശപ്പെട്ടു. 2025 തീവ്രവാദ ബന്ധമുള്ള സംഭവങ്ങളുടെ പേരിൽ 92 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. 2025 രേഖപ്പെടുത്തിയ 92 മരണങ്ങളിൽ 46 പേർ തീവ്രവാദികളായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ പൗരന്മാരാണ്. ഈ വർഷം വിവിധ ഏറ്റുമുട്ടലുകളിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. 28 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 2025 കശ്മീരിയായ ഒരാൾ മാത്രമാണ് തീവ്രവാദ സംഘടനകളിൽ ചേർന്നതെന്ന് കണക്കുകൾ പറയുന്നു. അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ സുരക്ഷാ നിരീക്ഷണങ്ങളും മനുഷ്യാവകാശ ആശങ്കകളും ഉയരുന്നുണ്ട്. കശ്മീരികൾക്ക് സുരക്ഷ സാധ്യമാക്കിയത് കനത്ത സുരക്ഷ ഒരുക്കിയതിനാലാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇത് വരുമ്പോൾ തന്നെ ഇതിനിടയിൽ പെട്ടുപോകുന്ന കശ്മീരി ജനതയുടെ സാധാരണ ജീവിതം ആരറിയാനല്ലേ? ജമ്മു കാശ്മീരിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് വിനോദസഞ്ചാരം. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഗുരുതരമായി തകർന്ന ടൂറിസത്തെ കശ്മീർ താഴ്വരയിലെ കനത്ത മഞ്ഞുവീഴ്ചയാണ് വീണ്ടും ഉണർത്തിയത്. മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഗുൽമാർഗും സോനാമാർഗും പഹൽഗാമും ഇടക്കാലത്തെ ക്ഷീണത്തിനു ശേഷം വീണ്ടും ഉണർന്നു കഴിഞ്ഞു. കമ്പിളി തുണികളിൽ പൊതിഞ്ഞ ആയിരക്കണക്കിന് ആളുകളാണ് താഴ്വര നിറയുന്നത്. ടൂറിസം മേഖല സജീവമായാൽ താഴ്വരയുടെ സാമ്പത്തിക അവസ്ഥയിലും അത് പ്രകടമാകും. അതേസമയം ആപ്പിൾ കൃഷി ഉൾപ്പെടെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണെന്ന വാർത്തകളും എത്തുന്നുണ്ട്. കശ്മീരിലെ പകുതിയിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണെന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 6.7%. ദേശീയ ശരാശരിയായ 3.5% ഏകദേശം ഇരട്ടി 4.73 ലക്ഷം യുവാക്കൾ തൊഴിലന്വേഷകരായി ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടൂറിസം മേഖല വളരുന്നു എങ്കിലും വലിയ വ്യവസായങ്ങളുടെ അഭാവം കാരണം സ്വകാര്യ മേഖലയിൽ അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് മതിയായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. കശ്മീരിലെ ബജറ്റിലെ ഏകദേശം 60% ശമ്പളം പെൻഷൻ, കടം തിരിച്ചടവ് എന്നിവയ്ക്കായി മാറ്റിവെക്കേണ്ടി വരികയാണ്. ഇത് വികസന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. എന്റെ സംസ്ഥാനത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയത് എന്തിനാണ്? അധികാരങ്ങളില്ലാത്ത ഒരു നിയമസഭയാണ് ഇപ്പോഴുള്ളത്. ബില്ലുകൾ പാസാക്കിയാലും അത് ലഫ്റ്റനന്റ് ഗവർണറാൽ തടയപ്പെടുകയാണ്. എന്തിനായിരുന്നു ഞങ്ങളുടെ നാടിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാനുള്ള കാരണം? ആർട്ടിക്കിൾ 370 ഭീകരവാദം ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ കൊട്ടിഘോഷിച്ചതൊക്കെ രാജ്യം വിശ്വസിച്ചു. പക്ഷേ 2019 ഓഗസ്റ്റിനു ശേഷം ഭീകരവാദം അവസാനിച്ചോ? 40 വീരജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ മറന്നോ?
അപ്പോൾ പ്രശ്നം ആർട്ടിക്കിൾ 370 അല്ല, പ്രശ്നം നമ്മുടെ അയൽരാജ്യമാണ്. കശ്മീർ ഒരു തർക്കഭൂമിയാണെന്ന് അവർ ഇപ്പോഴും കരുതുന്നു. ഫറൂഖ് അബ്ദുള്ള തന്റെ പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിന്റെ ഭരണത്തിലെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് നാഷണൽ കോൺഗ്രസ് സഖ്യം വലിയ വിജയം നേടിയതും ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തത്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനും ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിനും ശേഷമുള്ള ആദ്യത്തെ ജനകീയ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ. കശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ ലഭിക്കണമെന്ന് നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന പദവി തിരികെ നൽകാനുള്ള നടപടി പുരോഗമിക്കുകയാണ് എന്ന് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിലെ അതികായനാണ് ഫറൂഖ് അബ്ദുള്ള. ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായ അദ്ദേഹം 1982 മുതൽ പലതവണയായി ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുണ്ട്. പൊതുസുരക്ഷാ നിയമപ്രകാരം തടങ്കലിലായ ആദ്യത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഫറൂഖ് അബ്ദുള്ളയുടെ നിലപാട് വ്യക്തമാണ്. നിങ്ങൾക്ക് ഭൂമിയെ കീഴടക്കാം, പക്ഷേ ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ സ്നേഹവും സംഭാഷണവും വേണം. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാതെയും പ്രാദേശിക നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെയും കശ്മീരിൽ ശാശ്വതമായൊരു സമാധാനം അസാധ്യമാണ്. തോക്കുകൾക്കൊരു പരിധിവരെ മാത്രമേ സമാധാനത്തെ നിലനിർത്താൻ കഴിയൂ. ആലങ്കാരികമായി പറഞ്ഞാൽ ഇന്ത്യ ഒരു പൂന്തോട്ടമാണെങ്കിൽ കശ്മീർ അതിലെ മനോഹരമായൊരു പൂവാണ്. ആ പൂവ് വാടാതെ നോക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും കശ്മീരി ജനതയ്ക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള വാതായനങ്ങൾ തുറക്കട്ടെ. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം.